എനിക്കൊരു വീട് തന്നാൽ മതി സാറേ. എനിക്കൊരു വീട് തന്നാൽ മതി. അതിൽ കിടന്ന് എൻ്റെ ജീവൻ പോയാൽ മതി. റോഡിൽ കിടന്ന് എൻ്റെ ജീവൻ പോകരുത്. ജയിലിലും കിടന്ന് എൻ്റെ ജീവൻ പോകരുത് സാറേ. നിവർത്തിയില്ലാത്തോണ്ട് വന്നിരെ സംസാരിക്കാൻ പോലും വയ്യ സാറേ. ഒട്ടും ആവതില്ല സാറേ. ഞാൻ ഒരു പാവപ്പെട്ട സാറേ. എനിക്കൊരു വീടെങ്കിലും താ. എനിക്കൊരു വീടെങ്കിലും താ. ഞാൻ കിടക്കട്ടെ, 3 നേരം ആഹാരം വേവിച്ച് ഞാൻ തിന്നിട്ട് കിടക്കട്ടെ. എൻ്റെ ശരീരം നോക്കട്ടെ. എനിക്കൊരു വീട് താ സാറേ. ഞാൻ ഒരു പാവപ്പെട്ട സാറേ. ഞാനൊരു പാവപ്പെട്ടവളാ. നിവൃത്തിയില്ലാത്തോണ്ട് വന്നതാ. അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ വെട്ടിപ്പും പച്ച നുണകളുടെ കൂടാരമെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ സ്വന്തം കൂരയ്ക്കുള്ളിൽ ഒന്നുറങ്ങാൻ കഴിയാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത നിരവധി പേരാണ് ജീവിതത്തോട് പടവെട്ടി കാലം കഴിക്കുന്നത്. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളം മാറിയെന്ന് LDF സർക്കാരിന്റെ ഊറ്റംകൊള്ളൽ അരിയാഹാരം കഴിക്കുന്നവർ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രകടന പത്രികയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമദരിദ്രരുണ്ടെന്നാണ്. അത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ചുരുങ്ങിയത്? 4.5 ലക്ഷം പരമദരിദ്രരെന്ന CPMന്റെ കണക്കും അതിദരിദ്രരുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തലും നിലനിൽക്കുമ്പോൾ ഈ 4 ലക്ഷം പരമദാരിദ്ര്യരെന്ന സർക്കാരിന്റെ കാലത്ത് അഗതികൾക്ക് വേണ്ടിയുള്ള ആശ്രയ പദ്ധതിയിലും 1.5 ലക്ഷം പേരുണ്ടായിരുന്നു. 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 6,400 കുടുംബങ്ങൾ മാത്രമേ സർക്കാരിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആദിവാസി കുടുംബങ്ങളെല്ലാം സമ്പന്നരാണോ? തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഡ്ഢികളാക്കാനും വേണ്ടി നടത്തുന്ന PR പ്രചരണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ പെരുംനുണ ഇടത് ചെവിയിലൂടെ കേട്ട് വലത് ചെവിയിലൂടെ കളയുക. സ്വാഗതം ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ആദ്യം നമുക്ക് പരിശോധിക്കാം. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ ഇന്നത്തെ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം ശക്തം. യാഥാർത്ഥ്യങ്ങൾ കാണാതെയുള്ള കപട പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR വർക്കെന്ന് വ്യക്തമാവുകയാണ്. തലസ്ഥാനത്തടക്കം പട്ടിണി മരണങ്ങൾ തുടരുമ്പോഴാണ് സർക്കാരിന്റെ ഈ കാപട്യം. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആ മന്ത്രിസഭാ യോഗ ദിവസം നമ്മുടെ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതിദാരിദ്ര്യമുക്തമാകാൻ ബാക്കിയുള്ളത്. മന്ത്രിസഭ കാണുകയാണ് ആ കുടുംബം അതിദാരിദ്ര്യമുക്തമാകുന്ന കാര്യം വെബ്സൈറ്റിൽ വന്നത്. സംസ്ഥാനത്തെ പൂർണ്ണമായും അതിദരിദ്രമുക്തമാക്കി എന്ന് വീരവാദം മുഴക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദൃശ്യങ്ങൾ കണ്ണു തുറന്ന് കാണണം. എന്നിട്ടായിരിക്കണമായിരുന്നു ഇന്നത്തെ പ്രഖ്യാപനം. സർവ്വ ചട്ടങ്ങളും ലംഘിച്ച് നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു PR വർക്ക് നടത്തിയ ഇടത് സർക്കാരിൽ അടിമുടി കാപട്യമെന്നത് വ്യക്തം. പ്രഖ്യാപനത്തിന് സർക്കാർ എന്തു മാനദണ്ഡമാണ് സ്വീകരിച്ചതെന്നത് ഇപ്പോഴും അവ്യക്തം. പട്ടിണി മരണങ്ങൾ തുടരുമ്പോഴാണ് സർക്കാരിന്റെ ഈ കാപട്യം. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. നേരത്തെ CPM 5 ലക്ഷത്തിലേറെ പേർ അതിദരിദ്രരെന്ന് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സഹായം വാങ്ങുന്നത് 5 ലക്ഷത്തിലോളം പേരാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കോ നേരെ വിപരീതവും. 64,006 എന്ന സംഖ്യയിലേക്ക് അതിദരിദ്രരുടെ പട്ടിക ചുരുക്കാൻ പിണറായി സർക്കാർ എന്തു ചെപ്പടി വിദ്യയാണ് കാട്ടിയത്? പട്ടിണിയും പരിവട്ടവുമായി എത്രയെത്ര ജന്മങ്ങൾ. എനിക്കൊരു വീട് തന്നാൽ മതി സാറേ. എനിക്കൊരു വീട് തന്നാൽ മതി. അതിൽ കിടന്ന് എൻ്റെ ജീവൻ പോയാൽ മതി.
റോഡിൽ കിടന്ന് എൻ്റെ ജീവൻ പോകരുത്, ജയിലിൽ കിടന്ന് എൻ്റെ ജീവൻ പോകരുത് സാറേ. നിവർത്തിയില്ലാത്തോട്ട് വന്നിര് സംസാരിക്കാൻ പോലും വയ്യ സാറേ. ഒരു മാനദണ്ഡവുമില്ലാതെ ഒരു വ്യക്തതയുമില്ലാതെ തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന PR പ്രൊപ്പഗണ്ടയാണ് ഈ പ്രഖ്യാപനമെന്ന് വ്യക്തം. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറയുമ്പോൾ കേരളത്തിലെ തെളിവുകൾ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരെ നിൽക്കുകയാണ്. സാധാരണക്കാരനെ കാണാതെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും കണ്ണടച്ചുള്ള പ്രഖ്യാപനം ഒരു PR വർക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിലുള്ള ശബ്ദിക്കുന്ന തെളിയിക്കുന്ന തെളിവുകളുമായി ഇനിയും വാർത്ത തുടരും. രാജ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് LDF സർക്കാരിന്റെ ഊറ്റംകൊള്ളൽ പച്ച നുണകൾ വേവിച്ചെടുത്തതാണ്. പെരും നുണയുടെ ഉത്സവമായി സർക്കാർ ആഘോഷിക്കുമ്പോഴും ആദിവാസികളടക്കം ദുരിതത്തിലാണ്. കണ്ണുപൊത്തിയാൽ സത്യം മായില്ലെന്ന് പകൽ പോലെ വ്യക്തം. ദൈവത്തിന്റെ സ്വന്തം നാട് അതിദാരിദ്ര്യമുക്തമായെന്നും ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളമെന്നും അവകാശവാദം. അതിദരിദ്രരെ കണ്ടെത്തൽ, കരുതൽ, അവകാശരേഖ കൈമാറൽ, സുരക്ഷിത വാസസ്ഥലം, ഇങ്ങനെ അവകാശവാദങ്ങളേറെ. പല കാരണങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ ചിലരുണ്ട്. ഈ ഭൂമി അവരുടേത് കൂടിയാണ്. ഇതെല്ലാം പൊള്ളയായ അവകാശവാദങ്ങളല്ലേ? 1.65 ലക്ഷം ആദിവാസി കുടുംബങ്ങളിൽ 4.84 ലക്ഷവും അതിതീവ്ര ദാരിദ്ര്യത്തിൽ. അരിയില്ല, കിടപ്പാടമില്ല, ആരും തിരിഞ്ഞു നോക്കാറില്ല. ഇതല്ല, ഇതിനപ്പുറവും പറയും സർക്കാർ. ഇവർ പറയുന്നതല്ലേ സത്യം? ഇവിടുത്തെ ദുരന്തം എന്താന്ന് എന്താന്ന് ഇവരാരും മനസ്സിലാക്കൂല. അടുത്ത് ഇത്രക്കെല്ലാം ആൾക്കാരുണ്ട്, ഒന്ന് വന്ന് കണ്ട് എന്തോ ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇല്ല ഒന്ന് അന്വേഷിക്കണ്ടേ? അരിയൊന്നും കിട്ടുന്നില്ല, ഇല്ല. സത്യമായിട്ട് തിരിഞ്ഞു നോക്കാത്ത പ്രൊമോട്ടർമാര് ആണ്. മേടിച്ച് തിന്നാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ് എനിക്കൊരു ആൺകുട്ടികളുണ്ടെങ്കിൽ പണിക്ക് പോകും. ഞാൻ ഒരു അമ്മയായി പോയില്ല. എനിക്ക് ഒരു മോളൂ. 30 കിലോ അരി കിട്ടും. പിന്നെ അരി കിട്ടാനാണ് ഈ മാസം 30 ആവണം. അന്നേര പട്ടിണിയല്ലേ. ഇതല്ലേ യഥാർത്ഥ കേരള സ്റ്റോറി. ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണ്. 1 മണിക്കൂറിൽ ചർച്ചയിൽ അതിഥികളായി എത്തുന്നവർ രജിൻ എസ് ഉണ്ണിത്താൻ, കോൺഗ്രസിൽ നിന്ന് ജലീൽ പുനരൂർ, LDF-ൽ നിന്ന് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നിയതി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ B റജി എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് നേതാവിലേക്ക് ശ്രീ രജിൻ എസ് ഉണ്ണിത്താൻ. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന അവകാശവാദം പച്ച നുണയാണ്, നുണകളുടെ കൂമ്പാരമാണ്. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നതടക്കമാണ് ഇന്ന് പ്രതിപക്ഷം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കള്ളക്കണക്കുകളുള്ള കൊട്ടാരം പണിയിലും തട്ടിപ്പുമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വ്യക്തമാക്കിയത്. നോക്കൂ, ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. നിവൃത്തിയില്ലാതെ, ഒരു സംസാരിക്കാൻ പോലും ശേഷിയില്ലാതെ, കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത നിരവധി ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചതും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം, പിണറായി വിജയന്റെ പ്രഖ്യാപനം, പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് ഈ സർക്കാർ ഈ പ്രഖ്യാപനത്തിന് മാനദണ്ഡമായി കരുതിയത്? എന്ത് പഠനമാണ് നടത്തിയത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെയാണല്ലോ നിങ്ങൾ അടക്കം പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രൊപ്പഗാന്തയാണ്, PR തള്ളാണ്, PR വർക്കാണ് പിണറായി സർക്കാരിൻ്റെതെന്ന്. നോക്കൂ, ഇവിടെ നടക്കുന്നത് PR തള്ള് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് പല PR തള്ളുകളും നമ്മൾ കണ്ടതാണ്. പക്ഷേ പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള PR തള്ള് എന്ന് പറയുമ്പോൾ എത്ര ഗതികേടിലേക്ക് പോകുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങളെയാണ് ഈ ഗവൺമെൻറ് അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്ന് ആലോചിക്കണം. ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ഗവൺമെൻറ് ഇത്രത്തോളം ഒരു പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ ഉപയോഗിച്ച് PR വർക്ക് നടത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവർ എന്ത് നുണപ്രചരണമാണ്, എന്ത് കഥകളും കണക്കുകളുമാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ മേഘ പറഞ്ഞതുപോലെ, ജയ്ഹിന്ദിൻ്റെ റിപ്പോർട്ട് വന്നതുപോലെ, ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ആദ്യമായി വരുന്നത് എങ്ങനെയാണ്? പരമദരിദ്രരായ
4,50,000 പേർ ഉണ്ട്. അവരെ ഈ അതിദരിദ്രരെ നിന്നും മോചിപ്പിച്ചെടുക്കും എന്നാണ് അവർ ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി അവർ പറഞ്ഞത് എന്താണ്? ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കഴിഞ്ഞ മാസം തന്നെ ഷൊർണൂർ MLA നിയമസഭയിൽ ചോദിക്കുമ്പോൾ GR അനിൽ പറയുന്നത് 5,91,194 പേർ AAY, അതായത് കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ഉള്ള ഉപഭോക്താക്കളായി, ആ കാർഡിൻ്റെ ഉപഭോക്താക്കളായി ഉണ്ട് എന്ന് പറയുന്നത് നിയമസഭാ രേഖകളിൽ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നമ്മൾ 2011, പ്രതിപക്ഷം പറയുന്നതല്ല, ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നതല്ല, 2011 സെൻസസ് എടുത്തു നോക്കുക. സെൻസസിനകത്ത് എന്താണ് പറയുന്നത്? ഈ നാട്ടിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ 4,85,000 ആളുകൾ ആദിവാസികളായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത്രയും 4,85,000 ആദിവാസികൾ ഉള്ളിടത്ത് ഈ പറയുന്ന അതിദാരിദ്ര്യ ലിസ്റ്റിലേക്ക് ഗവൺമെൻറ് ഉൾപ്പെടുത്തിയേക്കുന്ന 6,400 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6,400 പേരെ ഉള്ളോ ഈ 4,85,000 പേരോളമുള്ള ആദിവാസികളിൽ ഈ പറയുന്ന 6,400 പേരെ ഉള്ളോ അതിദാരിദ്ര്യരായിട്ടുള്ളത്? നമ്മുടെ റിപ്പോർട്ട് തന്നെ കണ്ടതല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ റിപ്പോർട്ടുകളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നില്ല എത്രയോ പേര് അതിദരിദ്രരായി നിൽക്കുകയാണ്. ഈ 5,91,194 പേർക്ക് കിട്ടേണ്ട അതിദാരിദ്ര്യ രീതിയിൽ കിട്ടേണ്ട എല്ലാ രീതിയിലും കിട്ടേണ്ട എല്ലാ സംവിധാനങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി ഗവൺമെൻറ് പോയത്? ഇത് എന്തൊരു നടപടിയാണെന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ PR വർക്ക് നടത്തിക്കോട്ടെ, ഗവൺമെൻറ് എല്ലായിടത്തും PR വർക്ക് നടത്തിക്കോട്ടെ, ലക്ഷങ്ങൾ മുടക്കി PR വർക്ക് നടത്തിക്കോട്ടെ, സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ച് PR വർക്ക് നടത്തിക്കോട്ടെ. പക്ഷെ പട്ടിണിപ്പാവങ്ങളുടെ മേൽ ചെയ്യുന്ന ഈ PR വർക്കിന് ഒരു മനസ്സാക്ഷിയില്ല. ഒരു മനസ്സാക്ഷിയില്ലാത്ത ഗവൺമെൻറ്റായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും അതപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ നാടകം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു നാടകമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇരിപ്പുണ്ട്, അവിടെ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്, പാർട്ടിക്കാരിപ്പുണ്ട്. പക്ഷേ ഈ പിണറായി വിജയന് ധൈര്യമുണ്ടോ ഈ പറയുന്ന ആയിരക്കണക്കിന് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ആദിവാസി ഊരിലേക്ക് ചെന്നിട്ട് അതിദാരിദ്രരല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ ഗവൺമെൻറ്റിനെയും ഈ പിണറായി വിജയനെയും വെല്ലുവിളിക്കുകയാണ്? അങ്ങോട്ട് പോയി പ്രഖ്യാപിക്കാൻ പറ്റുമോ? പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ താമസിക്കുന്ന ഊരിലേക്ക് പോയിട്ട് അതിദാരിദ്രരല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് മേഘ, ഈ പറയുന്ന പണ്ട് പങ്കായം കണ്ട് ഓടിയ പോലെ അവിടുന്ന് ഓടിപ്പോകേണ്ടി വരും. കാരണം അവിടെ ടാർപ്പാ വലിച്ച് താമസിക്കുന്ന, വീടുകൾക്ക് മേൽക്കൂരയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ ഇന്നും ഈ ഊരുകളിലെല്ലാം താമസിക്കുന്നുണ്ട്. അവരെ ഒന്നും മുഖബലിക്കെടുക്കാതെയാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത്. ഇത് എത്ര വലിയ ജിമിക്കിയായാലും കേരള സമൂഹം ഇത് തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ കള്ളക്കണക്ക് കണ്ടതല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്ര കഴിഞ്ഞു കഴിഞ്ഞാൽ, ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടായത് കേരളത്തിലാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കണക്ക് കാണിച്ച ഗവൺമെൻറ്റാണിത്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ഇങ്ങനെയുള്ള കള്ളക്കണക്ക് കാണിച്ച് ഈ പറയുന്ന 64,006 പേരുടെ കണക്കും എടുത്തുകൊണ്ട് വന്ന് അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരെ മാറ്റിയെന്നും പറഞ്ഞുള്ള കള്ളക്കണക്കുമായിട്ട് ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന അരിയാഹാരം, മേഘ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്ന കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ പറയുന്നത് എന്ന് മാത്രം ഇവർ ഓർക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജലീൽ, പട്ടിണിയിലും പച്ച നുണ പറയുന്ന ഒരു സർക്കാരായി LDF സർക്കാർ മാറുകയാണ്. ഈ കണക്കുകൾ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ കണക്കിൽ കള്ളത്തരമുണ്ട്. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ സായാഹ്നത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? വോട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു PR തന്ത്രമായി ഭരണപക്ഷം, പിണറായി സർക്കാർ ഇതിനെ മാറ്റുകയാണ്. അങ്ങനെയാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് സർക്കാരിന്റെ മാനദണ്ഡം എന്താണ്? ഒപ്പം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി എന്നതാണോ? ഒപ്പം ഈ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തി എന്നതാണോ ശരി എന്നതടക്കം പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. നോക്കൂ, ആങ്കർ അടക്കം കോൺഗ്രസ് പ്രതിനിധിയുടെ അടക്കം വെപ്രാളവും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എത്തപ്പെട്ടിട്ടുള്ള ഒരു ഭീതിയുടെ ആഴം എത്രയെന്ന് ഈ ചാനൽ ചർച്ച തന്നെ, ഈ ഡിബേറ്റ് തന്നെ കാണുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമാകും. കേരളത്തിൻ്റെ ഇന്നത്തെ സായം സന്ധ്യ
അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന സാക്ഷര സമ്പന്നനായ ഏതൊരു മലയാളി, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏതൊരു മലയാളിക്കും കൃത്യമായി ബോധ്യമാകും ഒരു ചരിത്ര സന്ധ്യയാണ്. 1957 ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ അലയടിച്ച വിപ്ലവകരമായ ഒരു ചരിത്രം ഇന്ന് ആവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ കോൺഗ്രസിന് അസംതൃപ്തി ഉണ്ടാകാം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഭീതിയുണ്ടാകാം, അസഹിഷ്ണുതയുണ്ടാകാം. അത് സ്വാഭാവികമാണ്, അതിനെ ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ നാടിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി ഒരു സർക്കാർ, അത് ഏതൊരു സർക്കാരും ആകട്ടെ, ആ സർക്കാർ ഒരു പൊതുനന്മ ലക്ഷ്യമാക്കി ഒരു പദ്ധതി കൊണ്ടുവന്ന് അത് പൂർണ്ണാർത്ഥത്തിൽ വിജയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഓരം ചേർന്നു നിൽക്കലാണ് സാമാന്യമായി ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. അത്തരത്തിലുള്ള പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ച ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷത്തും അതുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിൽ നിന്നും ഭിന്നമായി ഈ ചരിത്രപരമായ ഒരു പദ്ധതിയെ അവഹേളിക്കുവാൻ ഇറങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ ഇന്നത്തെ നീക്കത്തെ ചരിത്രത്തോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. ശ്രീ ജലീൽ, അങ്ങ് ഇത് സൂചിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇടപെടുന്നത്. അങ്ങ് പറഞ്ഞു ആങ്കർക്ക് അടക്കം ഭീതിയുണ്ടെന്ന്. എനിക്ക് എന്താണ് ഭീതി? എനിക്ക് ഇതിൽ എന്താണ് വിഷമം? എനിക്ക് എന്തിനാണ് വെപ്രാളം? ഒപ്പം ഈ ചരിത്ര നിമിഷത്തെ എന്ന് അങ്ങ് സൂചിപ്പിച്ചു. ഈ ചരിത്ര നിമിഷത്തിന്റെ മറ്റൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങൾ തുടക്കത്തിൽ കാണിച്ച ആ ദൃശ്യങ്ങൾ. അങ്ങത് കാണാതെ പോവുകയാണോ? കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, എന്തിനേറെ ഒന്ന് സംസാരിക്കാൻ പോലും ആക്കമില്ലാതെ നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ എല്ലാ ദിവസവും ഇവരെ കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ മുൻപോട്ട് പോകും. ഇങ്ങനെ നിരവധി ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അങ്ങേക്ക് പറയുന്നത് ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണോ നിങ്ങളുടെ ശ്രമം? നോക്കൂ, അതിദാരിദ്ര്യമുക്ത കേരളം എന്നാണ് ഇന്ന് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതിനർത്ഥം കേരളത്തിൽ എല്ലാം സമ്പൂർണമായി എന്നൊരർത്ഥം നിങ്ങൾ ദുർവ്യാഖ്യാനമായി നൽകുകയാണ്, വ്യാഖ്യാനിക്കപ്പെടുകയാണ്. വരുമാനത്തിന് ഒരു വീട്ടിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്ത, റേഷൻ കാർഡ് ഇല്ലാത്ത, മതിയായ ഒരു രേഖയുടെ പിൻബലമില്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണ സാധനങ്ങൾ പോലും കിട്ടാൻ വകയില്ലാത്ത, രോഗത്താലോ മറ്റോ ഒറ്റപ്പെട്ട് ആരും നോക്കാൻ ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി. അത്തരത്തിൽ കണ്ടെത്തിയ 64,000-ഓളം കുടുംബങ്ങൾക്ക് അവർക്കാവശ്യമുള്ള രേഖകളും അവർക്ക് എല്ലാവിധ വരുമാന മാർഗങ്ങളും ഉറപ്പു നൽകിയതിന് ശേഷം ഇത്തരത്തിൽ ഇനി ഒരു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇന്ന് അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും, അല്ലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. ഇത് ഇന്നത്തെയോ കഴിഞ്ഞ ദിവസത്തെയോ ഒരു ക്യാബിനറ്റ് എടുത്ത തീരുമാനം വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അല്ലല്ല, അത്തരത്തിലുള്ള സംശയങ്ങളൊന്നുമില്ല. ഒരു മിനിറ്റ്, ഈ 4 ലക്ഷം പേര് ഉണ്ട് എന്ന് LDFന്റെ പ്രകടന പത്രികയിലെ, അതായത് കേരളത്തിൽ പരമദരിദ്രരായ 4 ലക്ഷം പേരുണ്ടെന്നാണ് LDFന്റെ പ്രകടന പത്രികയിലെ 215-ാമത്തെ ഐറ്റമായി പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണല്ലോ അല്ലേ? ഈ ആശ്രയ പദ്ധതിയിലുള്ള 1.5 ലക്ഷം കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തി 4 ലക്ഷം ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്, LDF പ്രകടന പത്രികയിൽ തന്നെ പരമദരിദ്രരായ 4 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ 4 ലക്ഷം പേരിൽ നിന്നും അതിദരിദ്രരുടെ എണ്ണം എങ്ങനെയാണ് ഈ 64,000 ആയി മാറിയത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിന് മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും കേൾക്കാൻ സൗമനസ്യമുണ്ടെങ്കിൽ, സമയം തരുമെങ്കിൽ കൃത്യമായ മറുപടിയുണ്ട്. 2021 അധികാരത്തിൽ വന്ന 1ാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ ക്യാബിനറ്റിലെ തീരുമാനമായിരുന്നു 2025 നവംബർ 1 കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി അതിദരിദ്രർ ഇല്ലാത്ത ഒരു കോളം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. തുടക്കത്തിൽ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. 4 ലക്ഷത്തിൽ ചില്ലാനം ആളുകളുടെ ഒരു രേഖയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കൃത്യമായി ഒരു സംഖ്യയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും സംസ്ഥാന സർക്കാർ 4 ലക്ഷം
ഉദ്യോഗസ്ഥരെ അടക്കം പരിശീലിപ്പിച്ചുകൊണ്ടാണ് 5 വർഷക്കാലത്തെ 4.5 വർഷക്കാലത്തെ സമ്പൂർണമായി ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചത്. ഈ 64,006 എന്ന സംഖ്യയിലേക്ക് ഇത് എത്തപ്പെടാൻ ഉണ്ടായ നാൾവഴികൾ അത് മുഴുവനും ഇവിടെ വിശദീകരിക്കാൻ ഒരു പക്ഷേ സമയപരിധി അനുവദിക്കും. അല്ല ശ്രീ ജലീൽ, ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം ഒരു മിനിറ്റ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ഇത് സംബന്ധിച്ച് വിശദീകരണം പൊതുസമൂഹത്തിൽ നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എവിടെ നൽകി? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MV രാജേഷ് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ജയ്ഹിന്ദ് ചാനലിന് കിട്ടാത്തത് ആയിരിക്കാം. അത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഈ കാര്യം സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. കേൾക്കാൻ സൗമനസ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം. 2023 ജൂലൈയിൽ നിർണയ പ്രക്രിയ ഇതിന്റെ ആരംഭിച്ചു. അത് സാമൂഹിക സംഘടനാ പ്രമുഖരെയും മറ്റുള്ളവരെ വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോക്കസ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അതിന്റെ പേരിൽ വിവിധ പദ്ധതികളിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞു നടന്നവർ, വിവിധ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ ഉൾപ്പെടെ ഈ 4.5 ലക്ഷത്തിൽ നിന്നും 1,18,000 പേരുടെ ഒരു പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തയ്യാറാക്കി. എടുത്തു പറയേണ്ടത്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേവലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരണം നിർവഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ വിഷയത്തിൽ മികച്ച സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കരട് പട്ടിക തയ്യാറാക്കി. ആ പട്ടികയിൽ 7,158 കുടുംബങ്ങളുടെ പട്ടികയാണ് അന്ന് തയ്യാറാക്കിയത്. അവിടം കൊണ്ടും സർക്കാർ നിർത്തിയില്ല. പിന്നീട് പ്രത്യേക മൊബൈൽ ആപ്പ് വഴി പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുടെ സഹായത്തോടെ 87,000-ഓളം കുടുംബങ്ങളുടെ വീടുകളിലെത്തി ആ വിവരങ്ങൾ ശേഖരിച്ചു. ഈ ശേഖരിച്ച കുടുംബങ്ങളുടെ വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 73,747 കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടികയിലേക്ക് ഇത് മാറിയത്. അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ, സംവാദങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അനർഹരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഇതിന് അംഗീകാരം വാങ്ങിയത് UDF അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ 1,16,000 അതിദരിദ്രർ എന്ന ആദിവാസി കുടുംബം എന്ന 2011 കണക്കാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതായത് 64,000 വരുമ്പോൾ ഈ 10,000 താഴെയാണ് ഈ ആദിവാസി കുടുംബം എന്ന് വെച്ചാൽ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ അത്രത്തോളം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി എന്നാണോ അതിനർത്ഥം? പക്ഷേ താങ്കൾ പറയുന്നതും ഈ കണക്കുകളും എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഇത് വിശ്വസനീയമായി തോന്നുന്നില്ല. അല്ല, അത് തോന്നില്ല. പക്ഷേ ഏതെങ്കിലും കോൺഗ്രസോ UDFോ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി താങ്കൾ അടക്കമുള്ളവരൊന്ന് ബന്ധപ്പെടണം. അവിടുത്തെ നാട്ടുസഭകളുണ്ട്. നാട്ടുസഭകളുടെ തന്നെ അംഗീകാരത്തോട് കൂടിയാണ് ഏറ്റവും ഒടുവിൽ 64,006 എന്ന കുടുംബങ്ങളുടെ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചത്. അതിൽ ഒബ്ജക്ട് ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കൂ ശ്രീ ജലീൽ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ അടക്കം ഇത് ഒരു വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ വിശദീകരണവും ഈ ഇടതുപക്ഷത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റുള്ള ആളുകളെ വിട്ടേക്കൂ, അവർക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ അതിനെ കരുതാം. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെ പറയാൻ താങ്കൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തിക്കും അല്ല, എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. അത് യാഥാർത്ഥ്യമാണ്. എനിക്ക് അവകാശം, എന്റെ അവകാശം മാറ്റിവെച്ചേക്കൂ. അല്ല, ഈ വിമർശനം ഉയരുന്നത് യാഥാർത്ഥ്യമാണ്. ഈ വിമർശനം എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ജനാധിപത്യത്തിൽ താങ്കൾക്ക് പറയാനുള്ള അവകാശത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരൊറ്റ ഇടതുപക്ഷ പ്രവർത്തകന് മാത്രമല്ല, കേരളത്തെ സ്നേഹിക്കുന്ന ഒരൊറ്റ മലയാളിക്കും ഈ പദ്ധതിയെ സംബന്ധിച്ച് ഒരൊറ്റ സംശയവുമില്ല. എന്ന് മാത്രമല്ല, വിപുലമായി ചിന്തിക്കുന്ന, വികാരത്തിന് അടിമപ്പെടാത്ത, അതല്ലെങ്കിൽ സ്വാർത്ഥമായി
ചിന്തിക്കാത്ത, വിശാലാർത്ഥത്തിൽ കേരളത്തെ ഭാവിയെ നോക്കിക്കാണുന്ന ഏതൊരു കോൺഗ്രസുകാരനും UDF-കാരനും ഈ ചരിത്രപരമായ പദ്ധതിയെ, ഈ വിപ്ലവകരമായ ഈ മാറ്റത്തെ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾക്ക് മാത്രമാണ് വിപ്ലവകരമായ മാറ്റം എന്നുള്ളത്. അതായത് നമ്മൾ കാണാതെ പോകുന്ന വഴിയോരങ്ങളിൽ നിരവധി ആളുകൾ, ഇങ്ങനെ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നിരവധി മാധ്യമങ്ങൾ ഇന്ന് അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഴിയോരത്ത് കിടക്കുന്നത് അവർ ഇന്ന് ഈ കണക്കിൽ പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ നിയതി, ഇവിടെ എന്താണ് പ്രധാനമായും നമ്മൾ ഉന്നയിക്കുന്നതിന് മാനദണ്ഡം എന്താണെന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലുള്ള മാനദണ്ഡം ഇപ്പോൾ ജലീൽ തന്നെ സൂചിപ്പിച്ചു. ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റി വിശദമായി പഠിച്ചു, അതിനുശേഷമുള്ള മീറ്റിങ്ങുകൾ ചേർന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രീ ജലീലും വിവരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ കണക്കുകൾ ഇതുമായി പൊരുത്തപ്പെടുന്നില്ല, എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2021 നീതി ആയോഗ് ഒരു പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 2015-16 മൊത്തം ജനസംഖ്യയുടെ 7.1% ആൾക്കാരായിരുന്നു അതിദാരിദ്ര്യത്തിൽ ജീവിച്ചത്. 2015-16 എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷമാണ്. ഇതും പ്രത്യേകം ഓർക്കുക. നീതി ആയോഗ് വീണ്ടും 2023 ഒരു സ്റ്റഡി നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ 0.55% ആൾക്കാർ അതിദാരിദ്ര്യത്തിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഈ സ്റ്റഡി പഠനം തുടങ്ങിയത് 2021 തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തുണ്ടായിരുന്ന 0.71% മാത്രം വരുന്ന അതിദരിദ്രരിലായിരിക്കണം ഇവർ സർവേ നടത്തിയത്. കാരണം ഈ നീതി ആയോഗ് 2023 അവരുടെ റിപ്പോർട്ട്. ഇതിന് അവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഏത് സർവേയും ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവിടെ ഈ ദരിദ്രരെ കണ്ടെത്തുവാനുള്ള സർവേയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നോഡൽ ഓഫീസ് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുടുംബശ്രീക്കാരെ കൊണ്ടാണ് സർവേ നടത്തിച്ചത്. നമുക്കറിയാം, കുടുംബശ്രീക്കാരെ മോശപ്പെട്ട് പറയുകയല്ല, തീർച്ചയായിട്ടും അവർക്കൊരു സർവേ നടത്താനുള്ള വിജ്ഞാനമോ അല്ലെങ്കിൽ പ്രായോഗിക പരിജ്ഞാനമോ വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആദ്യം അവർ ഈ സർവേ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവേ നടത്തി കഴിഞ്ഞ അവസരത്തിൽ ആദ്യമായിട്ട് 1.23 ലക്ഷം ജനങ്ങളാണ് അതിദരിദ്രരായി കാണപ്പെട്ടത് അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ. ആ സർവേയിൽ 4 മാനദണ്ഡങ്ങളാണ് അവർ കൊടുത്തിരുന്നത്. 1, ഭക്ഷണം വേണ്ടത്ര കിട്ടാത്തവർ, 2, വേണ്ടത്ര വരുമാനമില്ലാത്തവർ, 3, വേണ്ടത്ര ഷെൽട്ടർ ഇല്ലാത്തവർ, അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ. ഇങ്ങനെ 4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേര് 1,23,000 ഇവിടെ നേരത്തെ പറഞ്ഞ ഇത്രയും പേരെ കണ്ടുപിടിച്ച്. അതവർ വീണ്ടും ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അവസരത്തിൽ 87,000 വന്നു. വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 73,000 അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴാണ് 64,006 പേരായിട്ട് കുറഞ്ഞത്. എന്ത് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ 1,23,000 പാവപ്പെട്ടവരിൽ നിന്നും 64,006 കുറച്ച് കൊണ്ടുവന്ന് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വ്യക്തമായൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്നാമത്തെ കാര്യം, അതിൽ ഏത് സർവേ, ഇപ്പം ഞങ്ങളൊക്കെ സർവീസ് ഇരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ആണെന്നുണ്ടെങ്കിലും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അവർ എല്ലാ ശാസ്ത്രീയ വശങ്ങളും നോക്കിക്കൊണ്ടായിരിക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതും മാർഗരേഖ തയ്യാറാക്കുന്നതും സർവേ പെർഫോമ തയ്യാറാക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തി ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്നു. പക്ഷേ ആ തരത്തിലുള്ള ഒരു ശാസ്ത്രീയ സർവേയോ ശാസ്ത്രീയ പഠനമോ ശാസ്ത്രീയമായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിങ്ങോ ഈ സർവേയിൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പരമദരിദ്രരുടെ എണ്ണം 64,006 കുറച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വന്ന് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടുന്നത്, ഇവിടെ ആശ്രയ ഗ്രൂപ്പിൽപ്പെട്ട ഏകദേശം 1,57,000 പേരുണ്ട്. ഇപ്പോൾ സർവേ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുത്തത് ആശ്രയ വിഭാഗക്കാരെ ഈ പരമദാരിദ്ര്യരുടെ സർവേയിൽ ഉൾപ്പെടുത്തരുതെന്നാണ്. എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുമില്ല. കാരണം ആശ്രയ ഗ്രൂപ്പിൽപ്പെട്ടവർ വളരെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്.
അവരിൽ എത്ര പേര് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് പോയി അല്ലെങ്കിൽ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ രൂപം ഗവൺമെൻറ്റിൻ്റെ ഈ പരമദരിദ്രരുടെ ഇടയിൽ അല്ലെങ്കിൽ സർവേ നടത്തി കഴിഞ്ഞ അവസരത്തിൽ ഗവൺമെൻറ്റിന് പറയാൻ കഴിയാതെ വന്നു. അതുകൊണ്ടാണ് അക്കാഡമിഷ്യൻസും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് സ്കോളേഴ്സും ഒക്കെ ഈ സർവേയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നത്. അതിനൊരു മറുപടി ഇതുവരെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ വസ്തുതയുമാണ്. ഇനി രണ്ടാമത്തെ സർവേ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ കണക്കനുസരിച്ച് 64,006 പേരിൽ വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തവർ 34,523 പേരുണ്ടെന്ന് പറയുന്നു. ആരോഗ്യ പ്രശ്നമുള്ളവർ 40,917 എന്ന് പറയുന്നു. വേണ്ടത്ര വരുമാനമില്ലാത്തവർ 58,273 എന്ന് പറയുന്നു. വേണ്ടത്ര ഷെൽട്ടർ അല്ലെങ്കിൽ ഭവനമില്ലാത്തവർ 15,901 പേര്. ഇവരെല്ലാം കൂടെ ചേർക്കുന്ന അവസരത്തിലാണ് ഈ 64,006 പേരെ ഇനി അവരെ പരമദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു സമഗ്ര പദ്ധതി ഉണ്ടായിരിക്കണം. അതിൽ ഓരോന്നിനും അത് തന്നെ ഫുഡ് വിതരണം ചെയ്ത വകയിൽ ഫുഡെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊടുക്കുകയല്ല 2 ദിവസം കൊടുക്കുകയല്ല. അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ പരമദരിദ്രരായിട്ട് എന്നും കഴിയുന്ന അവസരത്തിൽ അവർക്ക് സ്ഥിരമായി കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് എത്ര രൂപയാണ് വക കൊള്ളിച്ചത്, അതിന് എത്ര രൂപ ചെലവഴിച്ചു ഇതുവരെ, ഇനി അടുത്ത മുൻ വർഷം അടുത്ത നാളുകളിലും അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലും അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്ന 2026 മെയ് വരെ എത്ര ലക്ഷം രൂപ ചെലവഴിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ കണക്ക് ഗവൺമെൻറ് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ഹെൽത്തിലേക്ക് വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നമുള്ളവർ ഏകദേശം 40,000-ന് മുകളിൽ വരുന്നുണ്ട്. അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, അവർക്ക് ചികിത്സാ സൗകര്യം കിട്ടണം, അവർക്ക് മരുന്ന് വാങ്ങണം, മറ്റ് കിടത്തി ചികിത്സ ഉണ്ടായിരിക്കണം, മറ്റ് പല രീതിയിലുള്ള ചിലവുകൾ വരും. അതിന് എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, എത്ര രൂപ മാറ്റി വെച്ചു, അതിലെത്ര രൂപ ചിലവാക്കി, ഇനി വരും വർഷങ്ങളിലും എത്ര ചിലവാക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു രേഖ ഗവൺമെൻറ്റിന് ഇന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 ഇൻകമാണ്, അതേ വേണ്ടത്ര വരുമാനമില്ലാത്തവരെന്ന് പറഞ്ഞാൽ തൊഴിലില്ലാത്തവരാണ്. എത്ര പേർക്ക് അതിൽ ഏകദേശം 58,000 പേരെ പറയുന്നുണ്ട്. അവർക്ക് സ്ഥിരമായി തൊഴിൽ കൊടുക്കണം, എങ്കിലേ സ്ഥിരമായിട്ട് വരുമാനം കിട്ടുകയുള്ളൂ. അങ്ങനെ സ്ഥിര വരുമാനം കൊടുക്കാനായിട്ട് ഈ മൈക്രോ പ്ലാൻ കൊണ്ട് കഴിയാതെ വരും. അങ്ങനെ അവർക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി എത്ര രൂപ ചിലവഴിച്ചു, ഓരോ മേഖലയിലും എത്ര ചിലവഴിച്ചു എന്നുള്ളതിനെപ്പറ്റി ശാസ്ത്രീയമായൊരു പഠനം നടത്തിയിട്ടില്ല, ശാസ്ത്രീയമായൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടില്ല. അതൊന്നും ചെയ്യാതെ കണ്ടിട്ട് അവരെ ഞങ്ങൾ 58,000 പേർക്ക് വേണ്ടത്ര വരുമാനം കൊടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്കാഡമീഷ്യൻസോ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരോ പറയുന്നത് പോലെ അതിന് യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത ഒരു പ്രഖ്യാപനമായിട്ട് മാറും. ഏറ്റവും അവസാനം ഷെൽട്ടറാണ്. ഇപ്പോൾ ഷെൽട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈഫ് മിഷൻ വഴിയാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയ 2016 പറഞ്ഞത് 5 വർഷം കൊണ്ട് ഞങ്ങൾ 5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ 5 വർഷം കഴിഞ്ഞ് ഇപ്പം 10 വർഷം പൂർത്തിയാവാറായി. ഇതുവരെ അവരുടെ കണക്കനുസരിച്ച് 5,40,45,000 പേർക്ക് മാത്രമേ വീട് വെച്ച് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവരുടെ ടാർഗറ്റിന് ഇപ്പോഴും 37,000-ന് താഴെയാണ്. പക്ഷേ അവിടെയാണ് ഈ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ഈ അതിദരിദ്രരായ 15,901 പേർക്ക് വീട് വെച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് പറയേണ്ടുന്നത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലൈഫ് മിഷൻ വഴി ഗവൺമെൻറ് എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപ ചെലവഴിച്ചു, എത്ര പേർക്ക് വീട് കൊടുക്കാനുണ്ട്, ഇനി വീട് കൊടുത്ത് തീർക്കാനുള്ളത് എത്രയാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ കണക്കും ഗവൺമെൻറ് തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അവ്യക്തമായ കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എത്ര ചെലവഴിച്ചു, എത്ര ചെലവഴിക്കണം, അതിനുള്ള ധനം എവിടെ നിന്ന് സമാഹരിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ വിവരമോ അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായ ഒരു അറിവോ പൊതുജനങ്ങൾക്ക് കൊടുക്കുവാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അക്കാഡമിഷ്യൻസും പറയുന്നത് ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമാണെന്നുള്ളതിനെപ്പറ്റി. ഓക്കെ, വ്യക്തമാണ്. ബി റജി, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിലാണ്. ഈ കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ട്, കണക്കുകൾ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ശുദ്ധ തട്ടിപ്പാണ്, വലിയ തരത്തിലുള്ള പ്രഹസനമാണ്, PR വർക്കാണ് എന്നും പ്രതിപക്ഷ നേതാവ് ഇന്ന് വ്യക്തമാക്കി. ഈ വോട്ടെടുപ്പ് വർഷത്തിൽ ഇത്തരത്തിൽ ഒരു പാർട്ടി ഇത്രയും ഭയപ്പെട്ട ഒരു സാഹചര്യം ഇതിന് മുൻപുണ്ടായിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെയാണ് ഇന്ന് LDF കടന്നു പോകുന്നത്. ഭരണത്തിന്റെ ഒരു അത്യാർത്തി LDF
പിണറായി 3.0 ഒരു അത്യാർത്തി കാണുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം. നോക്കൂ, ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ഈ വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പോസ്റ്റിലടക്കം കാണുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ തൊഴിലില്ലായ്മ, തൊഴിൽ രഹിതർ എത്രയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് അവിടെ കാണുന്നില്ല. അത് അപ്രസക്തമാവുകയും LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രസക്തമാവുകയുമാണ്. നോക്കൂ മേഘ, ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ, അതായത് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളിലെ ചെറിയ വളരെ ചെറിയ വസ്തുതകളെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സർക്കാർ തന്നെ അവരുടെ പഴയകാല രേഖകളിലേക്ക് പോകുമ്പോൾ തന്നെ ഈ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നും ഇത് അങ്ങേയറ്റം ഒരു കള്ളക്കണക്കാണെന്നും ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുതകൾ അല്ല ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയും. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തന്നെ, അതായത് LDF സർക്കാരിൻ്റെ തന്നെ കാലഘട്ടത്തിലെ കണക്കുകൾ മാത്രം, അതായത് നിയമസഭാ രേഖകൾ മാത്രം നമ്മൾ നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിയമസഭാ രേഖകൾ നോക്കുന്നതിന് മുമ്പ് LDF പ്രകടന പത്രികയിൽ നേരത്തെ മേഘയും അതുപോലെ ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ അത് 4.5 ലക്ഷം അതിദാരിദ്ര്യര് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ അതിദാരിദ്ര്യരെ അവരെ അതിൽ നിന്ന് വിമുക്തമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രഖ്യാപനം ഇന്ന് 3 രീതിയിലാണ് നടത്തിയത്. ഒന്ന്, ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ മുഴുവൻ അതിദാരിദ്ര്യരായി പ്രഖ്യാപിച്ചു. അതിനുശേഷം കേരള നിയമസഭ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് വിളിച്ചുകൂട്ടി അവിടെ പ്രഖ്യാപിച്ചു 9 മണിക്ക്. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയും പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ പ്രഖ്യാപിക്കുന്നതിൻ്റെ വസ്തുതാവിരുദ്ധമായ അല്ലെങ്കിൽ പൊള്ളത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഈ കേരളത്തിൽ 2021 കേരളത്തിലെ കണക്കനുസരിച്ച് 4.5 ലക്ഷം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെന്ന്. 2021 ജനുവരി 15 നിയമസഭയിൽ ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറയുന്ന വളരെ പ്രസക്തമായ ഒരു രേഖയുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ 5 ലക്ഷം അതിദാരിദ്ര്യ കുടുംബങ്ങളുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 4നും 5നും ഇടയ്ക്ക് 5 ലക്ഷം കുടുംബങ്ങളുണ്ട്. അത് പാരഗ്രാഫ് 132 അത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട 1.5 ലക്ഷം കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ, ഈ ദരിദ്ര കുടുംബങ്ങളെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മൈക്രോ പ്ലാനിങ് തയ്യാറാക്കും. ഈ മൈക്രോ പ്ലാനിങ് 5 വർഷം കൊണ്ടാണ് ഞങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നത്. ഇങ്ങനെ പൂർത്തിയാക്കുന്ന ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ അവരുടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ എത്ര രൂപ ചെലവഴിക്കുമെന്നറിയാമോ? 7000 കോടി രൂപയാണ് ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് ഈ സാധുക്കളെ മുക്തരാക്കും എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്ന് നിയമസഭയിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്കനുസരിച്ച് ഈ 5 ലക്ഷം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുവാൻ വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്ക് കേൾക്കുമ്പോൾ ഈ തള്ളിൻ്റെ വ്യാപ്തി, ഈ പൊട്ടക്കണക്കിൻ്റെ, ഈ കള്ളക്കണക്കിൻ്റെ, ഈ വ്യാജക്കണക്കിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. അതായത് 2023-24 50 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതുപോലെ 24-25 50 കോടി രൂപ, 25-26 60 കോടി രൂപ. അപ്പോൾ മൊത്തം 160 കോടി രൂപയാണ് ഈ അതിദാരിദ്ര്യ വിമുക്തമാക്കുവാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? 7000 കോടി രൂപ അതിദാരിദ്ര്യ വിമുക്തമാകുന്ന പദ്ധതിയിലേക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുമെന്ന്. അപ്പോൾ നോക്കൂ, ആ തട്ടിപ്പിൻ്റെ 1ാമത്തെ ഘട്ടം അവിടെ പൂർത്തിയാകുന്നു. ഈ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ, അതായത് ഇതിലെ ഈ അതിദാരിദ്ര്യം നിശ്ചയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബഹുമാന്യനായ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഷെൽട്ടർ അല്ലെങ്കിൽ വാസസ്ഥലമാണ്. ഇവിടെ ഈ നിയമസഭയിൽ അവതരിപ്പിച്ച, അതായത് 19/1/2021 നിയമസഭയിൽ അന്നത്തെ AC മൊയ്തീൻ, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിലെ വാസസ്ഥലം, വീടും വസ്തുവും ഇല്ലാത്തവർ എത്രയുണ്ടെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി എന്താണെന്നറിയാമോ? 8,32,650 പേര് കേരളത്തിൽ വീടും വസ്തുവും ഇല്ലാത്തവരായിട്ടുണ്ട്. അവരുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു സർക്കാരിനോട്. അപ്പോൾ അവരെ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരാണ്. എന്നിട്ട് ഇപ്പോൾ ഈ സർക്കാർ ഈ കഴിഞ്ഞ 30-ാം തീയതി ഒക്ടോബർ 31 ഈ നിയമസഭയിൽ ഈ സെപ്റ്റംബറിൽ നിയമസഭയിൽ നൽകിയ കണക്കനുസരിച്ച് സർക്കാർ ഇതുവരെ നിർമ്മിച്ച ഭവനം എന്ന് പറയുന്നത് 4,62,307. അപ്പോൾ ഇനി ഭവനരഹിതരായിട്ട് ഈ കേരളത്തിൽ എത്ര പേര് അവശേഷിക്കുന്നു എന്നറിയാമോ? 3,70,343 പേര് ഇന്ന് ഈ കേരളത്തിൽ ഭവനരഹിതരായി അവശേഷിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കുവാൻ കഴിയും? ഇനി അതിനേക്കാൾ ഉപരിയായിട്ട്
നിങ്ങൾക്ക് ഇവിടെ 30/9/2025 ശ്രീ മമ്മിക്കുട്ടി, അദ്ദേഹം നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹത്തിന് നിയമസഭയിൽ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടി പ്രകാരം കേരളത്തിലെ അതിദാരിദ്ര്യ ബാധിച്ചവരുടെ എണ്ണം 5,91,194. അതായത് അവർക്കാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം 35 കിലോ അരി അവർക്ക് ലഭിക്കുന്നത്, സൗജന്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ആ പദ്ധതി, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡ പ്രകാരമാണ് കേരളത്തിലെ ദാരിദ്ര്യമുള്ളവരെ നിർവചിച്ചിട്ടുള്ളത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിലെ അതിദാരിദ്ര്യരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 5,95,800 പേര്. അതായത് കേരളത്തിൽ അർഹരായിട്ടുള്ള, അതായത് AAY കാർഡ് പ്രകാരം ഭക്ഷ്യത്തിന്, അതായത് സൗജന്യ അരിക്ക് യോഗ്യതയുള്ളവരായി കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് 5,95,000 പേരാണ്. എന്നാൽ കേരളത്തിൽ AAY പ്രകാരം കുടുംബങ്ങൾ 5,95,800 കുടുംബങ്ങൾ, ഇവിടെ ഈ 64,000 കുടുംബങ്ങളുടെ കാര്യം പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ ഈ 5,91,194 പേർക്കാണ്, അതായത് 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഈ സൗജന്യ ഭക്ഷണത്തിന് അർഹരായിട്ടുള്ളവർ, അതായത് കേരളത്തിലെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അപ്പോൾ ഈ 2013 മുതൽ അല്ലെങ്കിൽ 2016 മുതൽ 2021 വരെ കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമായവരുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 4,606 പേര് മാത്രമാണ്, നിയമസഭയിൽ ഈ സർക്കാർ അവതരിപ്പിച്ച കണക്ക് പ്രകാരം. എന്നിട്ടാണ് പറയുന്നത് 6,406 കുടുംബങ്ങളെ ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കി എന്ന് പറയുന്നത് PR തട്ടിപ്പാണ്. അങ്ങേയറ്റത്തെ ഈ ഇലക്ഷൻ വരുന്ന സമയത്തുള്ള ഉഡായിപ്പ് കണക്കുകളാണ്. അത് പച്ചക്കള്ളം മാത്രം പറയുകയാണ്. ഇവരെ എന്തുകൊണ്ട് ഇതിന് എത്ര തുക ചെലവഴിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതിൻ്റെ അവാസ്തവം അല്ലെങ്കിൽ ഇതൊരു കള്ളക്കണക്കാണെന്ന് നമുക്ക് ബോധ്യമാകും. മേഘ, ശരി, വ്യക്തമാണ്. ശ്രീ രജനി എസ് ഉണ്ണിത്താൻ, ഇന്ന് ഈ വലിയ പ്രഖ്യാപനം നടന്ന വേദിയിൽ, ആ സ്റ്റേഡിയത്തിൽ ആദ്യം എങ്ങനെയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് അതിദാരിദ്ര്യമുക്ത കേരളമായി മാറിയത്, അതിൻ്റെ വഴികൾ എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ പ്രസംഗം ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു രാഷ്ട്രീയ പ്രസംഗമായി അപ്പാടെ മാറുകയായിരുന്നു. അപ്പോഴല്ലേ ഈ പ്രതിപക്ഷം നിങ്ങൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ളത്? അത് അടിവരയിട്ട് ഒരിക്കൽ കൂടി വ്യക്തമാവുകയായിരുന്നില്ലേ സ്റ്റേഡിയത്തിൽ കണ്ടത്? ഇതിനകത്ത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് ഉള്ളതിൽ കവിഞ്ഞ് ഇതിനെ ഒരു രീതിയിലും കാണാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട ജലീൽ ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഭീതിയാണ്, കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കും കോൺഗ്രസിനും ആങ്കറിനുമൊക്കെ ഭീതിയാണെന്ന്. എനിക്ക് ജലീലിനോട് പറയാനുള്ളത്, ഭീതിയുള്ളത് ഇവിടെ ആർക്കാണ്? ഈ ഗവൺമെൻറ്റിനാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭീതി കൊണ്ടാണ് ഈ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള PR വർക്കുകളും ഇങ്ങനെയുള്ള പ്രോഗ്രാമും ഒക്കെ ആയിട്ട്, ഇങ്ങനെയുള്ള കൊള്ളയായ പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഭീതി കൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ പോയി PM ശ്രീ പോലെയുള്ള പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നത്. ഈ ഭീതി കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഈ പറയുന്ന BJPക്കും RSSനും ഒക്കെ തുറന്നിട്ട വാതിൽ കൊടുക്കുന്നത്. അത് ഭീതിയുള്ളത് ഇവിടെ പിണറായി വിജയനും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്കും ഈ പറയുന്ന LDFനും ആണ് എന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കിയ കൊള്ളാം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് നല്ല പ്രവർത്തികൾ കാണുമ്പോൾ ഒപ്പം ചേരണം, ഒപ്പം നിൽക്കണം എന്നൊക്കെ. നല്ല പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് സാർ. എന്നാണ് AK ആന്റണി ഗവൺമെൻറ് ഇരുന്ന സമയത്ത് ആശ്രയ അഗതി എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിട്ടുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള പദ്ധതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ട രജി സാർ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. GR അനിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ മന്ത്രിയൊന്നും അല്ലല്ലോ, നിങ്ങളുടെ മന്ത്രിയല്ലേ. അദ്ദേഹം നടത്തിയ കണക്കല്ലേ ഞങ്ങളിവിടെ പറയുന്നത്, നിയമസഭാ രേഖകളിൽ ഉൾപ്പെടുത്തിയ കണക്കല്ലേ പറയുന്നത്. പിന്നെ ഭക്ഷണവും പാർപ്പിടവും ആരോഗ്യവും ഒക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇല്ലാത്തവരാണ് ഈ അതിദാരിദ്ര്യർ എന്ന് പറയുന്നത്. ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇന്ന് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ പടിപ്പാതിക്കൽ ഈ തിരുവനന്തപുരത്ത് നമ്മളൊക്കെ ഇരിക്കുന്നിടത്ത് സരസ്വതി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മ എത്ര ദിവസം പട്ടിണി കിടന്നാണ് മരിച്ചത്? ഇന്ന് മരിച്ചതല്ലേ. സരസ്വതി അമ്മ എന്ന് പറയുന്ന ആ അമ്മ ഈ അതിദാരിദ്ര്യ ലിസ്റ്റിലുണ്ടായിരുന്നോ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പല രീതിയിലുള്ള കേരളീയം, നവകേരള സദസ്സ്, അയ്യപ്പ സംഘം, അങ്ങനെയുള്ള ഉത്സവം നടക്കുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പട്ടിണി പാവങ്ങളെ വെച്ച് ഒരു ഉത്സവം നടക്കുക. അതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഇന്ന് തെളിവുകൾ വന്നിരിക്കുകയല്ലേ. ഈ പട്ടിണി പാവങ്ങൾക്ക് അവർക്ക്
ഷെൽട്ടർ നിർമ്മിക്കാനുള്ള തുകയിൽ നിന്നും വക മാറ്റിക്കൊണ്ടാണ് ഇന്ന് ഉത്സവം നടന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഉത്സവം നടത്തുവാൻ വേണ്ടി ഒരു ഗവൺമെൻറ് അതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ സ്പോൺസേഡ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാണ്. ഇവിടെ പട്ടിണിപ്പാവങ്ങളെ കാണണമെങ്കിൽ ബഹുമാനപ്പെട്ട ജലീൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ വാ, ആദിവാസി ഊരുകളിലേക്ക് പോകാം, വയനാട് ഉൾപ്പെടെയുള്ള ആദിവാസി ഊരുകളിലേക്ക് പോകാം. അവിടെ കാർപ്പയുടെ ചുവട്ടിൽ നിൽക്കുന്ന മേലിൽ വാർക്കാൻ സാധിക്കാത്ത പട്ടിണികളായ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോഷകാഹാരം കിട്ടാതെ കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും. അവിടെ പട്ടിണി നിൽക്കുന്ന അമ്മമാരെ കാണാൻ സാധിക്കും. അവിടേക്ക് വരൂ, നിങ്ങൾ നോക്കൂ, അവിടെ വന്ന് നോക്കൂ, അതിദാരിദ്ര്യം പിടിച്ച എത്ര പാവപ്പെട്ട കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. അവരെ ഒന്നും ഉൾപ്പെടുത്താതെ ലിസ്റ്റ് എടുത്തു വെച്ചുകൊണ്ട് ഈ 64,006 പേരുടെ കണക്കും പറഞ്ഞുകൊണ്ട് കേരള മനസ്സാക്ഷിയെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ ഒരു നല്ല പ്രതിപക്ഷമുണ്ട്, ഇവിടെ ജനങ്ങളുണ്ട്, മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി പോയാൽ കൊള്ളാം. ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ പറയുന്ന ദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പോകുന്നു. ആർക്കെങ്കിലും ഇപ്പോൾ സപ്ലൈകോയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സപ്ലൈകോയിൽ നിന്നുകൊണ്ട് പ്രാകുന്ന ഈ ഗവൺമെൻറ്റിനെ പ്രാകുന്ന പട്ടിണിപ്പാവങ്ങളെ കാണാൻ സാധിക്കും. മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെ പ്രാകുന്ന പട്ടിണിപ്പാവങ്ങളെ കാണാൻ സാധിക്കും. കറണ്ട് ബില്ലടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം, വൈദ്യുതി ബില്ലടയ്ക്കാൻ പോകുന്നിടത്ത് കാണാം, കരവടയ്ക്കാൻ പോകുന്ന പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ഈ പറയുന്ന ദാരിദ്ര്യമായി നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഈ ഗവൺമെൻറ് ഈ പറയുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെയെല്ലാം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ഗവൺമെൻറ് എന്ന രീതിയിൽ മാത്രമേ പ്രിയപ്പെട്ട ജലീലെ ഈ ഗവൺമെൻറ് അഭിമാനിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ദാരിദ്ര്യം തുടച്ചുമാറ്റി എന്ന് പറഞ്ഞ് പൊച്ചയായ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അരിയാഹാരം കഴിക്കുന്നവരാണ് ഈ നാട്ടിലുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളെയെല്ലാം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ, മേഘാദ്യം സൂചിപ്പിച്ച പോലെ തൊഴിലില്ലായ്മ ഈ നാട്ടിൽ കടന്നുകൂടിയിരിക്കുകയാണ്. PSC പോലെയുള്ള സ്ഥാപനങ്ങൾ നോക്കുകുത്തിയായിരിക്കുകയാണ്. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ പരീക്ഷ പാസ്സായവരൊക്കെ സമരം ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്ത് കണ്ടതാണ്. എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ കണ്ടതാണ്. ഇന്ന് ആശാവർക്കർമാർ, ഗതിയില്ലാതെ ആശാവർക്കർമാർ ഇല്ലാ തലത്തിലേക്ക് സമരം വ്യാപിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ദാരിദ്ര്യരും തൊഴിലില്ലായ്മയുള്ള ജനങ്ങളും ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പൊള്ളയായ ഉത്സവങ്ങൾ നടത്തി ആ ഉത്സവങ്ങളെ ആളായിട്ട് കമ്മിറ്റിക്കാരായിട്ട് നിൽക്കുക മാത്രമേ LDFന് സാധിക്കത്തുള്ളൂ. അത് ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ജലീൽ മനസ്സിലാക്കിയാൽ കൊള്ളാം. അങ്ങനെയുള്ളവരാണ് ഈ ഗവൺമെൻറ്. അത് ഞങ്ങൾക്ക് ഭയമില്ല, ഭയം നിങ്ങൾക്കാവണം. LDFൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെ LDFൻ്റെ പ്രതിനിധികൾക്ക്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഭയമായിരിക്കണം. ആ ഭയത്തിൻ്റെ പച്ചയായ സത്യമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരുന്ന കണക്കുകൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ. ശരി, വ്യക്തമാണ്. ശ്രീ ജലീൽ, ഇവിടെ ഉയർന്ന കാര്യങ്ങൾക്ക് അങ്ങേക്ക് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ മറുപടി പറയാം. ഒപ്പം ഈ സർവേ നടന്ന സമയത്ത് തന്നെ വലിയ തരത്തിലുള്ള അപവാദങ്ങൾ ഈ സർവേക്കെതിരെ ഉയർന്നതാണ്. അതായത് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നടക്കമുള്ള വ്യാപക വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ ഉയർന്നതാണ്. അത് നമ്മുടെ ശ്രദ്ധയിലും പെട്ടതാണ്. ഈ നേരത്തെ ഈ നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ സ്വരമായിരുന്നില്ല ഇന്ന് കണ്ടത്. വിമർശനം ഉയർന്നപ്പോൾ നിങ്ങൾ പാടെ സ്വരം മാറ്റി. ഇപ്പോൾ UDFനും അഭിമാനിക്കാം, ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രഖ്യാപനത്തിന്റെ ഓരം ചേർന്ന് നിങ്ങൾക്കും പോകാം എന്ന് നിങ്ങളുടെ സ്വരം ഇന്ന് മാറുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം ഈ കോൺഗ്രസ് മാത്രമല്ല, നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഇങ്ങനെ വലിയ വിമർശനം ഉന്നയിക്കേണ്ടതിന് പകരം ഈ പദ്ധതിയുമായി, ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. നിങ്ങളുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. RVG മേനോനെ പോലെയുള്ള, ഒപ്പം തന്നെ ഈ KP കണ്ണനെ പോലെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങളോട് കത്ത് മുഖേന വലിയ തരത്തിലുള്ള ചോദ്യങ്ങളുമായി രംഗത്തെത്തുന്നത്. ആ ചോദ്യത്തിന് ഇതുവരെയും അല്ലെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിന് ഉണ്ടാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം എന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാതെ പോകുന്നത്? നോക്കൂ, നിങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുന്ന ആശയങ്ങളെ സ്വാഭാവികമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. അത് കാരണം അത് നിങ്ങളുടെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നുണ്ടായ ബോധ്യങ്ങളാണ്. അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. കാരണം എല്ലാ കാലത്തും, വിശേഷിച്ച് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കും, അതിന് തറക്കല്ലിടും, എന്നിട്ട് അത് ശ്മശാനങ്ങളായി, തറക്കല്ലുകളുടെ ശ്മശാന ഭൂമിയായി കേരളം മാറിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 9-9.5 വർഷക്കാലമായി പതിവിന് വിപരീതമായി എണ്ണമറ്റ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികളോടെ നമ്മളുമായി മുന്നോട്ട് കുതിക്കുന്ന ഒരു സർക്കാരാണിത്.
സാധാരണ ജനങ്ങളെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെ അരികു ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെ ഒരാളും എതിർത്തിട്ടില്ല. ഒരു പക്ഷേ ശശീഷ് തരൂരിനെ പോലെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് പോലും മാർക്ക് നൽകിയ സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്, ഈ സമയത്താണോ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വെളിപാട് ഇപ്പോഴാണ് ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷം. അല്ല, അതാ ബോധ്യത്തിന്റെ തകരാറാണ്. ഈ നിരീക്ഷകൻ പറഞ്ഞതുപോലെ നിങ്ങളോട് ഈ കത്ത് മുഖേന ചോദിച്ചിരിക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക വിദഗ്ധരല്ലേ ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ കോൺഗ്രസിനെ വിട്ടേക്കൂ. നിങ്ങൾ പ്രതിപക്ഷത്തോട് മറുപടി പറയേണ്ട. ശരി, പ്രതിപക്ഷത്തെ വിട്ടേക്കൂ. നിങ്ങളോട് നിങ്ങളുടെ ഭാഗമാകുന്ന ആളുകൾ തന്നെയല്ലേ നിങ്ങളോട് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത്? അല്ല, ഞങ്ങളുടെ ഭാഗമാകുന്ന അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറയപ്പെടുന്ന ആളുകളൊന്നും ഞങ്ങളുടെ ഭാഗമാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കേരളം പുരോഗതിയിലേക്ക് നീങ്ങണമെന്ന് ഒരു ആധുനിക ലോകത്തിനൊപ്പം കേരളവും ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് താല്പര്യങ്ങൾക്കും അതീതമായി നിലവിലുള്ള ഈ വികസന പദ്ധതികൾക്ക് ഓരം ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രജിസാർ അടക്കമുള്ളവർ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ല സാറേ. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെങ്കിൽ 3 ആഴ്ച മുമ്പ് ഒരു പദ്ധതി എന്ത് വികസന പദ്ധതികളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളതിനെ പറ്റി പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ഭാഗത്ത് 2021 ജൂലൈ മാസം ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനമാണ് 4.5 വർഷക്കാലത്തെ ഇച്ഛാശക്തി കൊണ്ട് ഇന്ന് പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നു സർവേയിൽ തട്ടിപ്പുണ്ടെന്ന്. ഞാൻ കോൺഗ്രസ് പ്രതിനിധികളോട് ചോദിക്കുന്നു, നിങ്ങളടക്കം ഭരണം നിയന്ത്രിക്കുന്ന എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടക്കം ലിസ്റ്റ് പാലക്കാട് ഷൊർണൂരിലെ MLA ഞങ്ങളുടെ MLA അല്ലല്ലോ സാറേ ചോദ്യം ചോദിച്ചത്. അവിടെ ഒരു ജില്ലയിൽ പോലും ഈ പറയുന്ന 40,000 മേളിൽ അതിദാരിദ്ര്യരുണ്ട് എന്ന് മറുപടി പറഞ്ഞത് DRN എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രിയാണ്. അതെന്താണ് നിങ്ങൾ കാണാതെ പോകുന്നത്? അതെന്താണ് നിങ്ങൾ കാണാതെ പോകുന്നത്? പിന്നെ ഈ പറയുന്ന കണക്കുകൾ ഇത്ര പെട്ടെന്ന് ഈ ചെറിയ രീതിയിൽ ഈ കണക്കുകൾ ഇത്ര പെട്ടെന്ന് കുറയുന്നതിന്റെ കാരണം എന്താണ്? കേൾക്കാനുള്ള സൗമനസ്യം താങ്കൾക്കുണ്ടാകൂ. ഏതെങ്കിലും ഈ പദ്ധതിക്ക് പോരായ്മയുണ്ടെന്ന് ഇന്നേ നാൾ വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ MLA ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? എന്തായിരുന്നു ചൂണ്ടിക്കാട്ടാനില്ലായിരുന്നത്? നേതാക്കൾ ഉണ്ടായിരുന്നു. അതാണ് ഈ പദ്ധതിയുടെ വിജയം. ഈ പദ്ധതിയുടെ വിജയത്തിന് ഒപ്പം ചേർന്ന് ഈ പദ്ധതിയുടെ വിജയം ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ വിജയം എന്ന് പറയൂ. പദ്ധതിയുടെ വിജയം പട്ടിണി കാലത്ത് ഇവിടെ രാജ്യം ഭരിച്ച കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, സഖാവ് AKG. നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ AK ആന്റണി രാജ്യം ഭരിച്ച സമയത്ത് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, സഖാ VS അച്യുതാനന്ദൻ. അതിനെക്കാട്ടും മുമ്പ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ മുഖ്യമന്ത്രി കസേരയിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും AK ആന്റണിയെ പോലെയുള്ള മുഖ്യമന്ത്രിമാർ ആ കസേരയിരുന്നുള്ളൂ. അവരെ ആദ്യം കണ്ടുപിടിക്കണം. മുഖ്യമന്ത്രിയോട് പറയണം അവരെ കണ്ടുപിടിക്കാൻ. ഒരു പ്രതിപക്ഷത്തിന് കരണീയമായിട്ടുള്ളത്. എന്നാൽ കേരളത്തിന് നിലവിലുള്ള ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒന്നാം തരം വികസന വിരോധികളായി മാറിയിരിക്കുകയാണ്. എന്ത് വികസനമാണ് LDF സർക്കാർ കൊണ്ടുവന്നത്? നിങ്ങൾ പറയുന്നത് പോലെ കഴിഞ്ഞ 9 വർഷമായി ശ്രീ ജലീൽ, നിങ്ങൾ എന്ത് വികസനമാണ്, എന്ത് വികസന പദ്ധതികളാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? പറയൂ, ഒന്നിന്റെ പേര് പറയൂ, കേൾക്കട്ടെ. 2005 ഞാൻ പറഞ്ഞുതരാം, വികസനം പറഞ്ഞുതരാം, കാണണം. 2005 ഭരണം വിട്ടൊഴിയാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര ഹൈവേ അതോറിറ്റിക്ക് കൊടുത്ത ഒരു സത്യവാങ്മൂലമുണ്ട്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഈ നാഷണൽ ഹൈവേ സ്ഥലമെടുപ്പിന്റെ പരിമിതി മൂലം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അതേ അവസരത്തിൽ 1 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാർ ഇതാ 9.5 വർഷക്കാലം കൊണ്ട് കൊസങ്കടി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിന്റെ നെഞ്ചിന്റെ നിറകെ പിളർന്നുകൊണ്ടുള്ള 6 വരിപ്പാത അന്താരാഷ്ട്ര നിലവാരത്തിൽ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങളും നിങ്ങളുടെ പാർട്ടി പത്രവും ഒക്കെ എന്തായിരുന്നു പറഞ്ഞത്? കടൽ കൊള്ളയെന്നായിരുന്നല്ലോ അല്ലേ? വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവണമല്ലോ. ഭാഗത്ത് നിന്ന് യാതൊരു വിമർശനവും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ വികസന പദ്ധതികളെയും അംഗീകരിച്ച ഒരു പക്ഷമായിരുന്നു ശ്രീ ജലീൽ പറഞ്ഞത് കേട്ടില്ല. അതായത് ഞാൻ സൂചിപ്പിച്ചത് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. റിയൽ എസ്റ്റേറ്റ് കൊള്ളയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റ് കൊള്ള എന്ന് പറഞ്ഞാലല്ലേ വികസന പദ്ധതിയുടെ നിങ്ങൾ ഉദ്ഘാടനം നടത്തിയല്ലോ. െതിരായിട്ടും
പരിസ്ഥിതി പ്രശ്നങ്ങളും ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇച്ഛാശക്തിയുള്ള പ്രശ്നങ്ങളാണോ അവിടെ ചൂണ്ടിക്കാട്ടിയത്? പദ്ധതി നിങ്ങളുടെ പാർട്ടി പത്രമടക്കം രാജ്യത്തിന് അച്ചടിച്ച് ആളുകൾക്ക് കൊടുത്തത് കടൽക്കൊള്ള, കേരളം കണ്ട വലിയ അഴിമതി, കടൽക്കൊള്ള എന്നല്ലേ നിങ്ങൾ ഉപയോഗിച്ചത്? നിങ്ങൾ അങ്ങനെയല്ലേ പ്രചരണം നടത്തിയത്? എന്നിട്ടിപ്പോ എന്തായി? ഇങ്ങനെയാണ് ഓരോ പദ്ധതികൾ UDF സർക്കാർ കൊണ്ടുവന്ന് അത് അവസാനം ഉദ്ഘാടനത്തിന് മാത്രം നിങ്ങൾ ഉണ്ടാവും. ശരി, അതൊന്നുമല്ല നമ്മുടെ വിഷയത്തിലേക്ക് വരൂ. ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അങ്ങ് വഴുതി മാറരുത്. അതായത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പോലും നിങ്ങൾക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള മറുപടി നിങ്ങളിൽ നിന്നുണ്ടാവുന്നില്ല. കുറഞ്ഞപക്ഷം അവരെയെങ്കിലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുൻപോട്ട് പോകണ്ടേ? അതിന് കൃത്യമായ മറുപടി ഞാൻ ആദ്യം തന്നെ താങ്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തോട് ഓരം ചേർന്ന് നിൽക്കുന്നവരോ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരോ മാത്രമല്ല, വികസനം കൊതിക്കുന്ന ഓരോ മലയാളിയും നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതിക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള നാടിനെ സ്നേഹിക്കുന്ന, പുരോഗമനത്തെ ഇഷ്ടപ്പെടുന്ന, പരിഷ്കൃത സമൂഹത്തോടൊപ്പം ഇഴകിച്ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ സർക്കാരിന്റെ പദ്ധതികളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ നിയതി, ഇവിടെ ഉയർന്ന കാര്യങ്ങൾക്ക് അങ്ങേക്ക് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ മറുപടി പറയാം. 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 2 കാര്യത്തിലാണ് എതിർക്കേണ്ടത്. നേരത്തെ എല്ലാവരും ഈ സർവേയിലുണ്ടായിട്ടുള്ള അശാസ്ത്രീയത അല്ലെങ്കിൽ വ്യക്തതയില്ലായ്മ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കറക്ഷൻ വരുത്തിയിട്ട് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുകയും വേണം. 2, ഈ അതിദാരിദ്ര്യ ഇല്ലായ്മയ്ക്ക് വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള പ്രോജക്റ്റുകളെ പറ്റിയുള്ള ഒരു വ്യക്തമായ രൂപം പൊതുജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടി എത്ര രൂപ ചിലവാക്കി, ഇനി എത്ര രൂപ ചിലവാക്കേണ്ടി വരും എന്നുള്ളതിനെപ്പറ്റി ബൃഹത്തായ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി പൊതുജന സമക്ഷം സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയുന്ന ഈ പ്രഖ്യാപനത്തിന് ശാസ്ത്രീയമായൊരു അടിത്തറ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ബി റജി, ഇവിടെ അതിദാരിദ്ര്യമുക്ത എന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞു. ഇനി കേന്ദ്രത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഫണ്ട് അത് വലിയ തരത്തിലുള്ള ചോദ്യചിഹ്നമായി ഈ ഘട്ടത്തിൽ മാറുകയല്ലേ എന്നുള്ള ഒരു മറുചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതേ മേഘ, ഇവിടെ ഇത് ശരിക്കും കേരള സർക്കാർ കേന്ദ്രം ഒരുക്കിയ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതായത് കേരളം 2015-16 നമ്മൾ 0.71% ആയിരുന്നു നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ. അത് കുറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ ഈ BJP ഭരിക്കുന്ന റൂൾഡ് സ്റ്റേറ്റുകൾ, അതായത് കേന്ദ്രത്തിൻ്റെ ധനസഹായം ധാരാളം ഒരുപാട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ MPI ഇൻഡെക്സ് നമ്മൾ നോക്കിയാൽ കേരളം ഇപ്പോൾ കാട്ടിയിരിക്കുന്ന ഈ അബദ്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. കാരണം നോക്കൂ, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ, ബീഹാറിൽ 33.76% അവരുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ അവരുടെ റേറ്റ്. അപ്പോൾ അവർക്ക് ധാരാളം കേന്ദ്ര സഹായം പല പദ്ധതികളിൽ അവർക്ക് ലഭിക്കും. അതുപോലെ രണ്ടാമതായിട്ട് വരുന്നത് ഏതെന്നറിയാമോ? യുപിയിലെ കണക്കെന്ന് പറയുന്നത് 22.93% ആണ്. 2ാം സ്ഥാനത്ത് UP ആണ് വരുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ധനസഹായം ധാരാളം അവർക്ക് ലഭിക്കും. അടുത്തത് വരുന്ന ഏതെന്നറിയുമോ? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ഈ MPIയുടെ ഇൻഡെക്സിൽ വരുന്നത് 20.63% ആണ്. അപ്പോൾ കേന്ദ്ര ധനസഹായം ധാരാളം അവർക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന മഹാരാഷ്ട്രയാണ്. നമ്മുടെ കേരളം ഏറ്റവും ഒടുവിൽ വരുമ്പോൾ, അതായത് 0.55% എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായം അതിനനുസരിച്ച് കുറയും. ഇനി അതിൻ്റെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് വരാനിരിക്കുകയാണ്. ഈ ഏപ്രിൽ മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ നമുക്ക് ലഭിക്കേണ്ട ധനസഹായ തോതിൽ വലിയ രീതിയിൽ ഉള്ള കുറവുണ്ടാകും. അപ്പോൾ ഇത് അതായത് ഈ 2021 5 ലക്ഷത്തിലധികം പേര് അതിദാരിദ്ര്യരായിട്ടുണ്ടെന്നും അവർക്ക് 7000 കോടി രൂപ മുടക്കി ഞങ്ങൾ അവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നും പ്രഖ്യാപിക്കുന്ന സർക്കാർ വെറും 160 കോടി രൂപ മുടക്കിയിട്ട് ഈ 5 ലക്ഷം കുടുംബങ്ങളെ അതിദാരിദ്ര്യ വിമുക്തമാക്കി എന്നുള്ള പ്രഖ്യാപനം കേട്ടിട്ട് ഞെട്ടലിലാണ്. ആ ഒരു മാജിക്ക് അത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് വിശദീകരിക്കാനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട്. ഇനി ഈ ഭവന പദ്ധതിയുടെ മറിച്ച് മറ്റൊരു നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള നേട്ടത്തെക്കുറിച്ച് ഇന്ന് വാചാലനായി ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി.
നോക്കൂ, നമ്മുടെ ആരോഗ്യരംഗം ഈ അതിദാരിദ്ര്യ വിമുക്തമാക്കി പ്രഖ്യാപിക്കുവാൻ തക്ക തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ അതിലുള്ള ഒരു കഴിവ് നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമുക്ക് പേ വിഷബാധ വാക്സിൻ എടുത്തവരുടെ മരണം നടക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീയുണ്ട്. നിപ്പ 8ാം തവണ വന്നു. വയറിൽ കത്രിക കുടുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപകരണക്ഷാമം അതിലുള്ളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്നു. കോളറ മരണം സംഭവിച്ചിരിക്കുന്നു. തകർന്നു വീഴാറായ കെട്ടിടങ്ങൾ, ആരോഗ്യരംഗത്തെ തകർന്നു വീഴാറായ കെട്ടിടങ്ങളുടെ എണ്ണം 225 നമ്മുടെ സംസ്ഥാനത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കട്ടിലിൽ നിന്ന് വീണ് രോഗി മരിച്ചു. നെഞ്ചിൽ ഗൈഡ് വയർ കുരുങ്ങി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ രോഗിയുടെ കഥ നമ്മൾ കേട്ടു. അപ്പോൾ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണുള്ള മരണം, ശസ്ത്രക്രിയ മുടക്കം, അത് കഴിഞ്ഞിട്ട് ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്ന ഘട്ടം, ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ആരോഗ്യരംഗം, അതായത് കാലാകാലങ്ങളിൽ കേരളം ഭരിച്ച മാറി മാറി വന്നിരുന്ന സർക്കാർ നൽകിയ കോൺട്രിബ്യൂഷനൊക്കെ തകർക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ നേട്ടം, അതായത് കുറേ കുടുംബങ്ങളെയെങ്കിലും അഗതികളുടെ പദവിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് കേരളം കലാകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകളുടെ നേട്ടം കൂടി തന്നെയാണ്. അത് ഒരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയില്ല. ശരി, വ്യക്തമാണ്. 4 കൊല്ലം മിണ്ടാതിരുന്നവർ ഈ ഘട്ടത്തിൽ ഗിമ്മിക്ക് കാണിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. തോറ്റുതുന്നം പാടുന്ന വ്യക്തമായപ്പോഴാണ് പാവങ്ങളെ സഹായിക്കാൻ തോന്നുന്നതെന്നാണ് പ്രതിപക്ഷം വലിയ ആക്ഷേപമായി, വലിയ ശക്തമായ വിമർശനമായി ഉന്നയിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എന്റെ 4 പാനലിസ്റ്റുകൾക്കും നന്ദി പറയുന്നു. ഡിബേറ്റ് 360 പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.